4ാം ക്ലാസ് പഠിക്കുമ്പോൾ സിഗരറ്റ് വാങ്ങി വലിച്ച ആളാണ് ഞാൻ. 4ാം ക്ലാസ് എന്ന് പറയുമ്പോൾ എനിക്ക് എന്ത് പ്രായം വരും? 8 വയസ്സ് വരും. വർഷങ്ങൾ കുറേ കഴിഞ്ഞു. ഞാൻ ആ ശീലം ഒരു 37 വയസ്സ് വരെ തുടർന്നു, അല്ലെങ്കിൽ ഒരു 38 വരെയൊക്കെ തുടർന്നു. ഇപ്പോൾ എനിക്ക് പറയാം, ഞാൻ അതിൽ നിന്ന് വിമുക്തി നേടി, അല്ലെങ്കിൽ ഞാൻ അതിനെ മനസ്സിലാക്കി കട്ട് ഓഫ് ചെയ്തു. സിനിമയിൽ മോശമായിട്ട് എന്തെങ്കിലും നടന്നാൽ അത് പെട്ടെന്ന് ജീവിതത്തിൽ ചെയ്യാൻ ഒരു ത്രില്ലാണ്. എന്നാൽ നല്ല കാര്യങ്ങളും നല്ല ആശയങ്ങളും സിനിമ വന്നാൽ അതൊരിക്കലും ജീവിതത്തിൽ പറക്കുന്നില്ല. സിനിമയിൽ മോശമായിട്ട് എന്തെങ്കിലും നടന്നാൽ അത് പെട്ടെന്ന് ജീവിതത്തിൽ ചെയ്യാൻ ഒരു ത്രില്ലാണ്. എന്നാൽ നല്ല കാര്യങ്ങളും നല്ല ആശയങ്ങളും സിനിമ വന്നാൽ അതൊരിക്കലും ജീവിതത്തിൽ പറക്കുന്നില്ല. ഞാൻ ഒരിക്കലും ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുകയോ മറ്റൊരാൾക്ക് നൽകുകയോ അതിനയാളെ പ്രേരിപ്പിക്കുകയോ സ്വാധീനിക്കുകയോ പ്രലോഭിപ്പിക്കുകയോ ചെയ്യില്ല. എൻ്റെ ശരീരത്തിൽ വേണ്ട, എൻ്റെ ജീവിതത്തിൽ വേണ്ട, എൻ്റെ വീട്ടിൽ വേണ്ട, എൻ്റെ നാട്ടിൽ വേണ്ട, നോ എൻട്രി. ലഹരിയോട് പറയൂ, വേണ്ട. നമുക്ക് ഇന്നത്തെ തലമുറയ്ക്ക് വേണ്ടിയല്ല, ആക്ച്വലി ഇത് വളർന്നു വരുന്ന കുട്ടികൾക്ക് വേണ്ടിയാണ്. കാര്യം ഒരു 25-30 പോട്ടെ, 35 വയസ്സ് കഴിഞ്ഞാൽ നാച്ചുറലി ഇത് തല്ലിപ്പൊടി കാര്യമാണ്, നശിച്ച കാര്യമാണെന്ന് സ്വയം മനസ്സിലാക്കുന്ന ഒരു പ്രായവും പക്വതയൊക്കെ ഇത് മനുഷ്യനെ എത്തിച്ചേരും. ആ ഒരു കാലഘട്ടം, പ്രത്യേകിച്ചൊരു 10 വയസ്സ് തൊട്ട് ഒരു 25 വയസ്സ് വരെയാണ് ഏറ്റവും കൂടുതൽ ഇങ്ങനത്തെ കാര്യങ്ങൾ നമ്മളിലോട്ട് എത്തുന്നതും നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നതും. ഞാൻ ഇതിനു മുന്നേ ഹൈബി സാർ പങ്കെടുത്തൊരു ചടങ്ങിൽ പറഞ്ഞിട്ടുണ്ട്, 4ാം ക്ലാസ് പഠിക്കുമ്പോൾ സിഗരറ്റ് വാങ്ങി വലിച്ച ആളാണ് ഞാൻ. 4ാം ക്ലാസ് എന്ന് പറയുമ്പോൾ എനിക്ക് എന്ത് പ്രായം വരും? 8 വയസ്സ് വരും. അതെന്തുകൊണ്ടായിരുന്നു വെച്ചാൽ 1994 സിഗരറ്റ് ട്രെയിനുകളിലും ബസ്സുകളിലും കല്യാണങ്ങൾക്ക് പോകുമ്പോഴും വീക്കിൻ്റെ ഇന്ത്യ ടുഡേയുടെയൊക്കെ ഏറ്റവും പുറകിലും പരസ്യം ചെയ്യുന്ന ഒരു കാര്യമായിരുന്നു. ഇവിടെ ഹോർഡിങ്സ് വരെ ഉണ്ടായിരുന്നു അന്നൊക്കെ, ചെറിയ ചെറിയ. അപ്പം നാച്ചുറലി 8 വയസ്സുള്ളവരുടെ മനസ്സിൽ ഇത് വലിക്കുന്നത് കാണുമ്പോൾ വളരെ രസകരമായ ഒരു ഇമ്പാക്റ്റ് ആയിരുന്നു ഉണ്ടാക്കിയത്. വർഷങ്ങൾ കുറേ കഴിഞ്ഞു. ഞാൻ ആ ശീലം ഒരു 37 വയസ്സ് വരെ തുടർന്നു, അല്ലെങ്കിൽ ഒരു 38 വരെയൊക്കെ തുടർന്നു. ഇപ്പോൾ എനിക്ക് പറയാം, ഞാൻ അതിൽ നിന്ന് വിമുക്തി നേടി, അല്ലെങ്കിൽ ഞാൻ അതിനെ മനസ്സിലാക്കി കട്ട് ഓഫ് ചെയ്തു. ഇത്രയും കാലം എന്നെ ജോസഫ് സാറിന്റെ സംഘടനയായ നോ എൻട്രി അല്ലെങ്കിൽ പ്രൊജക്ട് വേണ്ട എന്ന് പറഞ്ഞ് സമീപിക്കുമ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്, കിളിബോയ് എന്ന് പറഞ്ഞൊരു സിനിമ ചെയ്ത ആളാണ് ഞാൻ. ഇന്നിപ്പോൾ എ സർട്ടിഫിക്കറ്റ് സിനിമകൾ വളരെ വിപുലമായി വരുമ്പോൾ എന്ന് പറഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കും, വേറെ അഡൾട്ടറി കണ്ടന്റ്സ് അല്ലാത്ത ഇങ്ങനത്തെ സബ്സ്റ്റൻസ് അല്ലെങ്കിൽ അങ്ങനത്തെ ആക്ഷൻ വയലൻസ് ഒക്കെ എ സർട്ടിഫിക്കറ്റ് വരുമ്പോൾ അന്ന് 2013 എ സർട്ടിഫൈഡ് ആയിട്ടുള്ള കിളിബോയ് എന്ന് പറയുന്ന സ്റ്റോണർ ജോണർ എന്ന് പറഞ്ഞ സിനിമയിൽ ഭാഗമായ ആളാണ് ആസിഫ് അലി ഞാൻ. പിന്നെ അതിന്റെ സെക്കൻഡ് പാർട്ടിലോട്ട് കടക്കുമ്പോൾ അത് വേണ്ട എന്നൊരു തീരുമാനം ഞങ്ങൾ എടുക്കാൻ കാരണം, സിനിമയായിട്ട് കാണുന്ന ഒരു മെന്റാലിറ്റി നല്ല കാര്യങ്ങൾക്ക് മാത്രം നിൽക്കുകയും സിനിമയിലുള്ളത് അതേപോലെ ജീവിതത്തിൽ പകർത്തണം എന്നുള്ള ഒരു ആഗ്രഹം മോശം കാര്യങ്ങൾക്ക് തോന്നി തുടങ്ങുന്ന ഒരു കാലം കൂടിയുണ്ട്. ഒരു കാര്യം, സിനിമയിൽ മോശമായിട്ട് എന്തെങ്കിലും നടന്നാൽ അത് പെട്ടെന്ന് ജീവിതത്തിൽ ചെയ്യാൻ ഒരു ത്രില്ലാണ്. എന്നാൽ നല്ല കാര്യങ്ങളും നല്ല ആശയങ്ങളും സിനിമ വന്നാൽ അതൊരിക്കലും ജീവിതത്തിൽ പറക്കുന്നില്ല. അപ്പൊ അങ്ങനെ വരുമ്പോൾ നമുക്ക് തീർച്ചയായിട്ടും അതിലൊരു ഉത്തരവാദിത്വം ഫീൽ ചെയ്ത് തുടങ്ങി. ഇപ്പൊ പൊളിറ്റിക്കൽ കറക്റ്റ്നെസിന്റെ ഭാഗമായിട്ടും അല്ലാതെയും പല കാര്യങ്ങളിലും സിനിമയിൽ പ്രവർത്തിക്കുന്നവർ ശ്രദ്ധിച്ചേ ഇപ്പൊ പറയാറുള്ളൂ. സംഭാഷണങ്ങളിലാണെങ്കിലും സീനുകളിലാണെങ്കിലും അതിൽ ഇൻവോൾവ് ചെയ്യാറുള്ളൂ. തീർച്ചയായിട്ടും ഇങ്ങനൊരു വിപത്ത്, സത്യം പറഞ്ഞ ഒരു വിപത്ത്, അതും ഈ ഒരു ഏജ് കാറ്റഗറി എന്ന് പറയുമ്പോൾ നാളത്തെ നമ്മുടെ ഫ്യൂച്ചറാണ്. കുട്ടികളെ നമ്മൾ കുറ്റം പറയുന്നതിനോട് ഞാൻ പൂർണ്ണമായും വിയോജിപ്പ് പ്രകടിപ്പിക്കുന്ന ആളാണ്. കാര്യം കുട്ടികൾ ഒരിക്കലും ഇതിലെ കുറ്റക്കാരാവുന്നില്ല. അവരുടെ ഒരു ഏജ് ഗ്രൂപ്പ്, അവരുടെ ഒരു മെച്യൂരിറ്റി, ഒരു പക്വത കുറവ് എല്ലാം തീർച്ചയായിട്ടും അവരും ഇതിലോട്ട് എന്താ പറയുക അട്രാക്റ്റഡ് ആക്കും. കുട്ടികളെ ഒരിക്കലും നമുക്ക് ഇതിൽ കുറ്റം പറയാൻ പറ്റാത്തത് അതുകൊണ്ടാണ്. അപ്പൊ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് ഇപ്പം പ്രൊജക്ട് വേണ്ടയുടെ ഡയറക്ടേഴ്സായ ആ ടീം അവര് സിസ്റ്റമാറ്റിക് ആയിട്ട് അതിനെ ഫോളോ അപ്പ് ചെയ്ത് അതിന്റെ ചുറ്റുമുള്ള സ്കൂളുകൾക്ക് ചുറ്റുമുള്ള സ്ഥലങ്ങളെ മാപ്പ് ചെയ്ത് അതിൽ നിന്ന് എങ്ങനെ ഇതിൽ നിന്ന് അവരുടെ
അവരുടെ വേട്ടക്കാരുടെ കണ്ണിൽ നിന്ന് എങ്ങനെ കുട്ടികളെ മാറ്റി നിർത്താം, അല്ലെങ്കിൽ ഇങ്ങനൊരു ഇൻഫ്ലുവൻസ് അവരിലോട്ട് എത്തിയാൽ അവരത് വീട്ടിൽ വന്ന് ഷെയർ ചെയ്യാൻ പറ്റുക എന്നുള്ളൊരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടറുണ്ട്. ഇപ്പൊ എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ എന്ത് സംഭവിച്ചാലും വീട്ടിൽ വന്ന് പറയാൻ അല്ലെങ്കിൽ കേൾക്കാൻ പാരൻസിന് സമയമുണ്ട്, അല്ലെങ്കിൽ ഗ്രാൻഡ് പാരൻസിന് സമയമുണ്ട്, ടീച്ചേഴ്സിന് സമയമുണ്ട്, അങ്ങനത്തെ ടീച്ചേഴ്സ് വേണം. ഇന്ന് എത്രമാത്രം അങ്ങനത്തെ പാരൻസിന് സമയമുണ്ട്? കുട്ടികൾ എന്ത് ചെയ്യുന്നു എന്ന് തിരക്കുന്ന പാരൻസ് ആണോ നിങ്ങൾ, അല്ലെങ്കിൽ കുട്ടികളോട് സംസാരിക്കുന്ന ഗ്രാൻഡ് പാരൻസ് ഉള്ള കാലഘട്ടമാണോ, അല്ലെങ്കിൽ അങ്ങനത്തെ ടീച്ചേഴ്സ് ഉള്ള കാലഘട്ടമാണോ? അങ്ങനത്തെ ചേട്ടന്മാരുണ്ട്. ഇന്ന് അതിൻ്റെ എല്ലാം അഭാവങ്ങളാണ്. കുട്ടികൾക്ക് ലോൺലിനെസ്സും ഡിപ്രഷൻസും, അവർക്ക് സ്വന്തമായിട്ട് എല്ലാ കാര്യങ്ങളും ഫേസ് ചെയ്യേണ്ടി വരുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ സബ്സ്റ്റൻസസ് അവർക്ക് ധൈര്യത്തിനോടൊപ്പം അവരോടൊപ്പം ജീവിതത്തിൽ പങ്കുചേരുന്നു. ആദ്യം അത് ചെയ്യുന്നത് അങ്ങനെയാണ്, ഒരു ധൈര്യം. കാര്യം ഒറ്റയ്ക്ക് നിൽക്കുന്ന ലോൺലിനെസ്, നിങ്ങൾക്കൊരു പങ്കാളി, ഒരു കമ്പാനിയൻ, അപ്പൊ അവർ തീർച്ചയായിട്ടും അതിനെ എംബ്രേസ് ചെയ്യും. അവർക്ക് ഒരിക്കലും അറിയില്ല അത് വേണ്ടാത്തൊരു കാര്യമാണ്, അവരുടെ ജീവിതം നശിപ്പിക്കാൻ പോകുന്ന കാര്യമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇതിനെ ആരെയും ബ്ലെയിം ചെയ്യുന്നതിന് കാര്യമില്ല. അതുകൊണ്ട് തന്നെ ഇതിനെ കൃത്യമായ അതിനെക്കുറിച്ചുള്ള അറിവ് പകർന്ന് അതിൽ നിന്ന് അതിൻ്റെ പ്രശ്നങ്ങൾ എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കി കൊടുത്ത് അവരുടെ പ്രശ്നങ്ങൾ കേൾക്കാൻ ഓരോ വീട്ടിലെയും പാരൻസും അവരുടെ എൽഡർ സിബ്ലിങ്സും അല്ലെങ്കിൽ ഗ്രാൻഡ് പാരൻസും ടീച്ചേഴ്സും തയ്യാറായി തുടങ്ങിയാൽ മാത്രമേ അവർക്ക് ഈ കമ്പാനിയന്റെ ആവശ്യം ഇല്ലാതായി മാറുള്ളൂ എന്ന് എനിക്ക് ഉറപ്പായിട്ടും പറയാൻ പറ്റും. കാര്യം ഇതിന്റെ എല്ലാ സ്റ്റഡി നിങ്ങൾ നോക്കിക്കോളും, ഈ കുട്ടികൾ അല്ലെങ്കിൽ ഈ റിസർച്ച് അല്ലെങ്കിൽ ഇതിലോട്ട് വരാൻ സാധ്യതയുള്ളവർക്കൊക്കെ ഒരു ഒറ്റപ്പെടലിന്റെ കഥ അവരുടെ ജീവിതത്തിലുണ്ടാവും. സോ ഈ ഒറ്റപ്പെടാൻ സാധ്യത ഉണ്ടെന്ന് എല്ലാവർക്കും ഉണ്ടാകുമല്ലോ ലോൺലിനെസ്. അവർക്ക് സംസാരിക്കാൻ ഒരു കൂട്ട്, അതാണ് നമ്മൾ ഫസ്റ്റ് വേണ്ടത്. നമ്മൾ കേൾക്കാൻ തയ്യാറാകുക. നമ്മളുടെ വീട്ടിലെ കുട്ടികളെ അവരോടൊപ്പം തന്നെ സമയം സ്പെൻഡ് ചെയ്യാൻ മുതിർന്ന ഇവിടെ ഇരിക്കുന്ന എല്ലാവരും എനിക്ക് തോന്നുന്നു ഒരു 10th സ്റ്റാൻഡേർഡ് 11th സ്റ്റാൻഡേർഡ് 12th സ്റ്റാൻഡേർഡ് കുട്ടികളാണ്. അവർക്ക് പറയാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. അവരോടൊപ്പം അവർ പറയുന്ന കേൾക്കുക. അതേപോലെ തന്നെ നിങ്ങളും നിങ്ങളുടെ യങ്ങർ സിബ്ലിങ്സ് അല്ലെങ്കിൽ ഫ്രണ്ട്സിന്റെ അനിയന്മാര് അങ്ങനെയുള്ളവർക്കൊക്കെ പറയാനുള്ള കേൾക്കുക. അങ്ങനെയൊക്കെ പരസ്പരം ഒരു സഹായത്തിൽ മാത്രമേ നമുക്ക് ഈ ഒരു അലാമിംഗ് റേറ്റിൽ പോയിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു ഡേഞ്ചറസ് അവസ്ഥയിൽ നിന്ന് നമ്മുടെ സൊസൈറ്റിയെ പുറത്ത് കൊണ്ടുവരാൻ പറ്റുള്ളൂ. അപ്പൊ തീർച്ചയായിട്ടും ഓൾ താങ്ക്സ് ടു നമ്മളുടെ പ്രിയപ്പെട്ട MP ഹൈബി സാറിന് ഇങ്ങനെ ഒരു ഗ്രേറ്റ് ബ്യൂട്ടിഫുൾ ഇനിഷ്യേറ്റീവ്. അദ്ദേഹം പറഞ്ഞ പോലെ തിരിഞ്ഞു നോക്കുന്നു, വർഷങ്ങൾ സർവീസ് കഴിഞ്ഞ് റിട്ടയർമെന്റ് എന്ന് പറയുന്ന ഒരു സമയം ഉണ്ടെങ്കിൽ തിരിഞ്ഞു നോക്കുമ്പോൾ എന്ത് ഈ സമൂഹത്തിന് വേണ്ടി ചെയ്തു എന്ന് പറയുമ്പോൾ ഇങ്ങനൊരു കാര്യം എക്സിക്യൂട്ട് ചെയ്ത് അതിനെ സക്സസ്ഫുൾ ആക്കാൻ പറ്റിയാൽ 100% ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ അറ്റ്ലീസ്റ്റ് ഒരു ഗുഡ് ക്വാളിറ്റി പേഴ്സൻറ്റേജ് സക്സസ് കിട്ടിയാൽ അതിൽ മനോഹരമായ ഒരു കാര്യം നമ്മുടെ സമൂഹത്തിൽ ചെയ്യാനില്ല. അതിന് കൂടെ നിൽക്കുന്ന ഇപ്പോൾ അതിൻ്റെ എല്ലാ എന്താ പറയുക സാമ്പത്തികമായ കാര്യങ്ങൾക്ക് ഉള്ള സഹായം ചെയ്തു കൊടുക്കുന്ന ജെയിൻ യൂണിവേഴ്സിറ്റിയുടെ എൻ്റെ സുഹൃത്തായ മിസ്റ്റർ ടോമിനും അതേപോലെ പ്രൊജക്ട് വേണ്ടയുടെ ടീമിനും അതിൻ്റെ എൻ്റെ ജോസഫ് സാറിനും എല്ലാവർക്കും എൻ്റെ എല്ലാവിധ ആശംസകളും. ഈ ഒരു സംരംഭം ഒന്ന് സ്റ്റാർട്ടായി അത് തണുത്തോ അല്ലെങ്കിൽ തളർന്നോ പോകാതെ അത് നിരന്തരം കൺസിസ്റ്റന്റ് ആയിട്ട് തന്നെ അതിനെ കുറിച്ച് ആൾക്കാർക്ക് ബോധവൽക്കരണം കൊടുക്കാൻ സാധിക്കട്ടെ. ഞാൻ ഈ പറഞ്ഞ പോലെ കുട്ടികൾ ഇവിടെ ലോൺലി ആയിട്ട് അനുഭവപ്പെടാതിരിക്കട്ടെ. അതിൽ നിന്ന് അവർക്കൊരു കമ്പാനിയനായിട്ട് മറ്റ് വ്യക്തികൾ അല്ലെങ്കിൽ സുഹൃത്തുക്കൾ, മനുഷ്യ കമ്പാനിയൻ അല്ലെങ്കിൽ നല്ല വിനോദങ്ങളായ ഫുട്ബോൾ അല്ലെങ്കിൽ ബാസ്കറ്റ്ബോൾ അല്ലെങ്കിൽ മറ്റേ ഗെയിംസ് ആയി മാറട്ടെ. എല്ലാവിധ ആശംസകളും. താങ്ക് യു സോ മച്ച്.